ദൈവം മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ വരദാനങ്ങളിൽ ഒന്നാണ് കാഴ്ച കാണാനും കണ്ടത് പങ്കുവെക്കുവാനുമുള്ള കഴിവ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ പിറവിയിലെ അന്ധനായ മനുഷ്യന് ക്രിസ്തു കാഴ്ച നൽകുന്നതായി കാണുന്നു. യേശു ക്രിസ്തുവിനെ ഈ അന്ധനായ മനുഷ്യൻ 2 പ്രാവശ്യം കണ്ടുമുട്ടുന്നു. ആദ്യം അവന് കാഴ്ച കിട്ടുന്നു, 2-ാം പ്രാവശ്യം കണ്ടുമുട്ടുമ്പോൾ അവൻ വിശ്വാസത്തിൽ ഉറയ്ക്കുന്നു. ഇത് രണ്ടും തുറവികളാണ്. ആദ്യം ബാഹ്യമായ കണ്ണുകൾ തുറക്കപ്പെട്ടു, പിന്നീട് അവൻ്റെ ആന്തരിക കണ്ണുകളും തുറന്നു. ഓരോ ആരാധനയും നോമ്പും ഉപവാസവും ഒക്കെ നമ്മുടെ ആന്തരിക കണ്ണുകൾ തുറക്കുവാൻ പറ്റുന്നവയായിരിക്കണം. പുറമേയുള്ള കാഴ്ചകളെല്ലാം ക്ഷണികമാണ്. ബാഹ്യ കാഴ്ചകളെ ആന്തരിക പ്രഭ കൊണ്ട് ശുദ്ധീകരിക്കാൻ നമുക്ക് സാധ്യമാവണം. അന്ധനായി ജനിക്കുക എന്നുള്ളതല്ല ഏറ്റവും വലിയ ദുഃഖം. കണ്ണുകൾ ഉണ്ടായിട്ടും കാണാതെ പോകുന്നതാണ് ഏറ്റവും വലിയ തിന്മ. ഈ നോമ്പ് കാലം നമ്മുടെ കാഴ്ചകളെയും കാഴ്ചപ്പാടുകളെയും നവമാക്കുവാൻ, നന്മ കൊണ്ട് നിറയ്ക്കുവാൻ സാധ്യമാവട്ടെ.